ഒരു വീട് ചെറുതാണോ വലുതാണോ എന്നതിലല്ല പ്രധാനം. ആ വീട് നമ്മൾ എത്രത്തോളം ഭംഗിയോടെ വൃത്തിയോടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിലാണ്. ഇതിൽ വീട്ടിലുള്ള ഒരാൾ മാത്രം വിചാരിച്ചത് കൊണ്ട് നടക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ വീട് എന്നും സുന്ദരമായിരിക്കും. ഒരു സാധനം എടുത്താൽ എടുത്തെടുത്ത് വയ്ക്കാം. ബെഡ് യൂസ് ചെയ്തതിന് ശേഷം അതൊന്ന് തട്ടി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാം. കഴിച്ച പാത്രം, കുടിച്ച ഗ്ലാസ്, ഇതൊക്കെ അപ്പം തന്നെ കഴുകി വെക്കാം. വേറെ ആർക്കും വേണ്ടി അതൊക്കെ മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ? ജോലിക്കാരി ആയാലും അമ്മയായാലും അതൊക്കെ മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് എത്രത്തോളം മെയിൻറ്റെയിൻ ആയിരിക്കും? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും നമ്മുടെ വീട് എന്നും നല്ല വൃത്തിയോടുകൂടി ഇരിക്കണമെന്ന്, നല്ല പോസിറ്റീവ് വൈബ് നമ്മുടെ വീട്ടിൽ കയറുമ്പോഴേ നമുക്ക് കിട്ടണമെന്ന്, അല്ലേ? അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അത് ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്? അപ്പോൾ എനിക്ക് മറ്റെന്ത് ജോലികളെക്കാളും കൂടുതൽ ഇഷ്ടം ക്ലീനിങ് തന്നെയാണ്. കുക്കിംഗ് എന്നെ സംബന്ധിച്ച് ഒരു സ്പീഡ് പ്രോസസ്സാണ്. കാരണം എല്ലാവരും പോകുന്നതിന് മുന്നേ അതൊക്കെ ഒരുക്കി വെക്കണമല്ലോ. അപ്പോൾ പിന്നീടുള്ള ഒരു സ്ലോ പ്രോസസ്സാണ് എനിക്ക് ക്ലീനിങ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ബെഡ് ക്ലീൻ ചെയ്ത് ഇടും, അത് കഴിഞ്ഞിട്ടാണ് കിച്ചൺ ക്ലീൻ ചെയ്യാം. അപ്പോൾ കിച്ചൺ എപ്പോഴും വൃത്തിയായി തന്നെ ഇരിക്കണം. അതെൻ്റെ ഒരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യം. അതിൻ്റെ അകത്ത് ആരെങ്കിലും കയറി ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കറിയുടെ ഒരു തുള്ളിയോ അവിടെ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ ഞാൻ അപ്പം വഴക്ക് പറയും. അപ്പം തന്നെ അത് തുടച്ച് വൃത്തിയാക്കിക്കൊള്ളാം. ഞാൻ എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അതുപോലെ എനിക്ക് പിന്നെയും കാണാൻ പറ്റണം. അത് രാത്രി ഉറങ്ങാൻ നേരത്തായാലും ഞാൻ അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഡെയിലി റൂട്ടീനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ വീട് എന്നും ക്ലീൻ ചെയ്ത് ഇരിക്കാൻ ഞാൻ കുറച്ച് ടിപ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇതുപോലെ കിച്ചൺ എന്നും എല്ലാ വർക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കും. ഒരു നനഞ്ഞ തുണി എടുത്തിട്ടായിരിക്കും ടൈലും കൗണ്ടർ ടോപ്പും ഒക്കെ വൃത്തിയാക്കി എടുക്കുന്നത്. എണ്ണമയൊക്കെ മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ ഗ്ലാസ് ക്ലീനറിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. പിന്നെ എന്നും ഞാൻ ഇതുപോലെ 2 നേരം അടിച്ചു വാരും. 2 നേരം. എനിക്ക് പിന്നെ മുറ്റൊന്നും കാര്യമില്ല. അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് മുറ്റൊന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ഈ 4 ചുവരിനുള്ളിൽ വൃത്തിയാക്കിയാൽ മാത്രം മതി. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വേ ഉണ്ട്, ആ ഒരു വേ കൂടി അടിച്ചു വാരി ക്ലീൻ ചെയ്തിടും. അപ്പം ഡെയിലി തുടപ്പും ഉണ്ട്. കാരണം മോപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു സുഖക്കേടാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് പൊടി കയറുന്ന ഒരു സ്ഥലമാണ് വിശാഖപട്ടണം. വിശാഖപട്ടണം എന്ന് മാത്രം എന്ന് പറയുന്ന ഒരു ഏരിയ അല്ല. ഇവിടെ ഒരു ഇരുമ്പിൻ്റെ, അയേണിൻ്റെ ഒക്കെ ഒരു കൽക്കരിയുടെ ഒക്കെ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ല കറുത്ത പൊടികൾ തന്നെ അകത്തോട്ട് കയറും. അപ്പം നമ്മൾ എന്നും തുടച്ചിട്ടില്ലെങ്കിൽ നിലത്തൊക്കെ ഒരു കാലുമ്മൽ ഇങ്ങനെ പറ്റുന്ന പോലെ ഒരു അവസ്ഥയുണ്ടാവും. അപ്പം അതൊന്നും എനിക്ക് മാത്രമല്ല, വീട്ടിലുള്ള മക്കൾക്കായാലും ഹസ്ബൻഡിനായാലും അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഈ ജനലും കാര്യങ്ങളൊക്കെ വീക്ക്ലി ഒക്കെ തുടക്കുള്ളൂ. അതൊക്കെ എന്നും തുടക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഊപ്പാട് ഇളകും. അതുകൊണ്ട് ഞാൻ ജനലും നമ്മുടെ ഈ എന്താ പറയണ്ടേ TV സ്റ്റാൻഡ്, അതുപോലെ ഫ്രിഡ്ജിൻ്റെ ടോപ്പൊക്കെ വരുമ്പോഴും നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ അവിടെ ഷെൽഫിൻ്റെ ഭാഗങ്ങൾ അവിടെയൊക്കെ നല്ല പൊടി ഉണ്ടാവും. അതൊക്കെ വീക്ക്ലി ഒക്കെയാണ് ഞാൻ തുടച്ച് വൃത്തിയാക്കാറ്. അപ്പോൾ ഡെയിലി നിലം ഒന്ന് തുടച്ച് വൃത്തിയാക്കും. ഇതാണ് ഞാൻ പുറത്തെ വേ എന്ന് പറഞ്ഞത്. അവിടെ ഞാൻ അടിച്ചുവാരി തുടക്കാറുണ്ട് എന്നും. കാരണം ഓപ്പോസിറ്റ് താമസിക്കുന്ന ഒരു തെലുഗു നാനിയാണ്, നല്ല പ്രായമുള്ള 10-75 വയസ്സുള്ള ഒരു നാനിയാണ്. അപ്പോൾ പുള്ളിക്കാരി കോലമൊക്കെ വരയ്ക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവിടെ തുടച്ച് വൃത്തിയാക്കാറുണ്ട്. പിന്നെ വാഷ്റൂം ഞാൻ ഡെയിലി കഴുകാറില്ല. ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോഴായിരിക്കും ഇങ്ങനെ കഴുകുന്നത്. കാരണം മക്കൾ കയറി കഴിയുമ്പോൾ സ്ലിപ്പറി ഉണ്ടെങ്കിൽ അത് തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. പിന്നെ അവന്മാർ കുറച്ച് എണ്ണയൊക്കെ യൂസ് ചെയ്യും ബാത്റൂമിൽ നിന്ന് തന്നെ, പുറത്തുനിന്ന് തേക്കില്ല. അവിടെ നിന്നൊക്കെ ആയിരിക്കും തേക്കുക. അപ്പോൾ പിന്നെ അതൊക്കെ ഉറ്റി കഴിഞ്ഞാൽ അതൊക്കെ പാടല്ലേ വിചാരിച്ച് ഞാൻ ജസ്റ്റ് ബ്രഷ് എടുത്താൽ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കാറുണ്ട്. അതുപോലെ വാഷ് ബേസിനായാലും 2-3 ദിവസത്തിനുള്ളിലാണ് ക്ലീൻ ചെയ്യാറ്. കാരണം അതും നമുക്ക് ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ വരും 2 ദിവസം കഴിയുമ്പോഴത്തേക്ക്. ഇവന്മാർ ഇതുപോലെ സ്പിറ്റ് ചെയ്ത് കളയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തായാലും തെറിച്ച് പോകുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഹാൻഡ് വാഷിനെ കൊണ്ട് തന്നെയാണ് ഞാൻ അതും തേച്ച് വൃത്തിയാക്കി വെക്കുന്നത്. പിന്നെ
ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ക്ലീനിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എൻ്റെ ഹാൻഡ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ. മെയിൻലി ഞാൻ ഈ റൂട്ടീനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഡെയിലി ഞാൻ ഫുഡ് കഴിക്കാറ്. എല്ലാവരും പോയി കഴിഞ്ഞ് ഈ റൂട്ടീനൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് ഹാൻഡ് വാഷും ചെയ്തൊന്ന് ഫ്രഷപ്പായി ഞാൻ ഈ കുന്തിരിക്കം കത്തിക്കുന്ന പരിപാടിയുണ്ട്, ഒരു ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലീനിങ് ഇവിടെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫുഡ് കഴിക്കുക, ഉച്ചയ്ക്ക് മോനെ കൂട്ടാൻ പോവുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്